വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാകര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 253. സഹജീവികളുടെ ലോകം തിരിച്ചറിയുക. നാം പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്താണ് ജീവിക്കുന്നത്. ഭാവനയുടെ അതിരുകളില്ലാത്ത ലോകത്ത് പാറിപ്പറക്കുകയും നിറമുള്ള സ്വപ്നങ്ങളിലൂടെ ജീവിതം നെയ്തെടുക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ലോകം തിരിച്ചറിയാതെ പോകരുത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാത്ത തലങ്ങളിലാകും അവരുടെ ചിന്തകൾ വ്യാപരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാത്തവരുടെ ജീവിതവും ചിന്തകളും നിസ്സാരമായി കാണാതെ എല്ലാവരെയും പരിഗണിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മക മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്. നാം വലിയവരാകാം, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും ഉണ്ടായേക്കാം. അതിനർത്ഥം മറ്റുള്ളവർ നിസ്സാരക്കാരാണെന്നോ പ്രധാനപ്പെട്ടവരല്ലെന്നോ അല്ല. അവരുടെ പ്രാധാന്യവും പ്രസക്തിയും നമുക്കും സമൂഹത്തിനും വേണ്ട പോലെ മനസ്സിലായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ആരും നിസ്സാരക്കാരല്ലെന്നും ഓരോരുത്തരും സവിശേഷമായ സ്വഭാവ ഗുണങ്ങളുള്ളവരാണെന്നുമുള്ള തിരിച്ചറിവാണ് അഭികാമ്യം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചൊരു കഥ ഇങ്ങനെയാണ്. 4ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ തങ്ങളുടെ ക്ലാസ് ടീച്ചറെ വലിയ ആദരവോടും സ്നേഹത്തോടെയുമാണ് ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. ടീച്ചർ ചിരിച്ചുകൊണ്ട് മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കാറുള്ളൂ. ഇടയ്ക്കിടെ എന്തെങ്കിലും അനുസരണക്കേടിൽ ദേഷ്യപ്പെട്ടാലും വളരെ പെട്ടെന്ന് അവരെ സമാശ്വസിപ്പിക്കും. അവരുടെ ക്ലാസ്സിൽ മനു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വലിയ സമർത്ഥനൊന്നുമായിരുന്നില്ല. പൊതുവെ ശാന്തശീലനായ അവൻ എന്തിനും ഏതിനും സഹായം ആവശ്യപ്പെടുന്നൊരു കുട്ടിയായിരുന്നു. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഭംഗിയോ പ്രസരിപ്പോ അവനില്ലായിരുന്നു. എപ്പോഴും ടീച്ചറിന്റെ സഹായം അവന് വേണമായിരുന്നു. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിൽ വന്നു കുട്ടികളോടായി പറഞ്ഞു, ഇന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല. പകരം നിങ്ങളെല്ലാവരും നിങ്ങൾക്കിഷ്ടമുള്ള ഓരോ ചിത്രം വരയ്ക്കുക. നമുക്കതെല്ലാം ചേർത്ത് ഇവിടെ ഒരു ചിത്ര പ്രദർശനം നടത്താം. കുട്ടികൾക്ക് ആ ആശയം വളരെ ഇഷ്ടമായി. ടീച്ചർ എല്ലാവർക്കും ഓരോ പേപ്പറും പെൻസിലും നൽകി. കുട്ടികളെല്ലാവരും ഉത്സാഹത്തോടെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ടീച്ചർ ഓരോരുത്തരുടെയും അടുത്തെത്തി അവരുടെ രചനകൾ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു. തൻ്റെ കുട്ടികളുടെ ഭാവനയും സൗന്ദര്യ സങ്കല്പങ്ങളുമൊക്കെ ടീച്ചറെ ആവേശഭരിതയാക്കി. ടീച്ചർ മനുവിൻ്റെ അടുത്തെത്തിയപ്പോൾ കണ്ടത് അവനൊന്നും തുടങ്ങാതെ തലകുനിച്ചിരിക്കുകയാണ്. ടീച്ചർ അവനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മനു, നീ മിടുക്കനാണ്. നിനക്കിഷ്ടമുള്ള ഏത് ചിത്രവും വരച്ചോളൂ. അതൊരു ഇരയുടെ ചിത്രമായാലും കുഴപ്പമില്ല. ഇതും പറഞ്ഞ് ടീച്ചർ അവൻ്റെ ചുമലിൽ തട്ടി ക്ലാസിൻ്റെ മറ്റേ വശത്തേക്ക് നീങ്ങി. ടീച്ചർ നൽകിയ പ്രോത്സാഹനത്തിൽ മനു അവൻ്റെ മനസ്സിലുള്ള ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പിരീഡ് അവസാനിക്കാറായി. കുട്ടികൾ ഓരോരുത്തരായി തങ്ങളുടെ ചിത്രങ്ങൾ ടീച്ചറെ ഏൽപ്പിച്ചു തുടങ്ങി. അതിൽ പൂക്കൾ, മലനിരകൾ, ഉദയസൂര്യൻ, വാഹനങ്ങൾ, പക്ഷികൾ, ചിത്രശലഭം, അങ്ങനെ കൊച്ചു മനസ്സുകളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന പലതുമുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ചിത്രം വരച്ചു തീർത്തത് മനുവായിരുന്നു. അതിലാകെ ഉണ്ടായിരുന്നത് 2 കൈകളുടെ ചിത്രമായിരുന്നു. അതും വലിയ നീളമുള്ള കൈകൾ. ടീച്ചർ ആ ചിത്രങ്ങളെല്ലാം ക്ലാസ് മുറിയുടെ ഭിത്തിയിന്മേൽ തൂക്കിയിട്ടു. എന്നിട്ട് കുട്ടികളോട് ആ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കുവാനും ഏറ്റവും മനോഹരമായ ചിത്രം കണ്ടെത്താനും പറഞ്ഞു. കുട്ടികളെല്ലാം ചിത്രങ്ങൾ ആസ്വദിച്ചു. പലരും പല ചിത്രങ്ങളും മികച്ചതായി തിരഞ്ഞെടുത്തു. എന്നാൽ മനുവിൻ്റെ ചിത്രത്തിനടുത്തെത്തിയപ്പോൾ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ ചിത്രത്തിലുണ്ടായിരുന്നത് 2 കൈകൾ മാത്രമായിരുന്നു. ഏറ്റവും മോശം ചിത്രമായി കുട്ടികൾ കണ്ടെത്തിയത് മനുവിൻ്റെ ചിത്രമായിരുന്നു. കുട്ടികളുടെ ചിരികൾ കൂടുതലായപ്പോൾ അവൻ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ അവൻ്റെ അടുത്തെത്തി അവൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞു, മനു, നീ കരയരുത്. നീ വരച്ചത് എന്താണെന്ന് മനസ്സിലാകാത്തവരാണ് ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് മറ്റൊന്നും വരയ്ക്കാതെ ഈ 2 നീളൻ കൈകൾ വരച്ചത് എന്നൊന്ന് ഞങ്ങളോട് പറയാമോ? മനുവിനെ ടീച്ചർ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഒപ്പം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികളോട് നിശബ്ദരാകാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മനു വരച്ച ചിത്രം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനു തന്നെ പറഞ്ഞു തരും. കേട്ടോളൂ. താഴ്ന്ന ശബ്ദത്തിൽ വിറയലോടെ മനു പറഞ്ഞു, ഇത് രാവിലെ എന്നെ സ്നേഹത്തോടെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന, എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന, ചോറുവാരിത്തരുന്ന, നിക്കറും ഷർട്ടും ഇട്ട് തരുന്ന, മുഖത്ത് പൗഡർ പൂശിത്തരുന്ന, ഉമ്മ തരുമ്പോൾ 2 കവിളിലും ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മയുടെ കൈകളാണ്. ഇതേ കൈകൾ തന്നെയാണ് എന്നെ സ്കൂൾ വരെ വലത് കൈ പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ചേച്ചിയുടെ കൈ. പിന്നെ ഇതെൻ്റെ ടീച്ചറമ്മയുടെ കൈയാണ്. എല്ലാവരും പുറത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെ കൈപിടിച്ച് തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ടീച്ചറമ്മയുടെ കൈ. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ കറി പകുത്തു തരുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ കൈയാണത്. പിന്നെ വൈകുന്നേരം പലഹാരപ്പൊതിയുമായി വരുന്ന അച്ഛൻ്റെ പരിവരുത്ത തഴമ്പുള്ള കൈയാണ്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമാണ് ഈ കൈകൾ.
ഏറെ വൈകാരികതയോടെ മനു പറഞ്ഞു നിർത്തി. അവന്റെ കലങ്ങിയ കണ്ണിന്റെ കോണുകളിൽ ഊറിക്കൂടിയ കണ്ണുനീർ ചാലുകീറി തുടങ്ങിയപ്പോഴേക്കും ടീച്ചർ അത് തുടച്ചു തീർത്തിട്ട് മനുവിനെ വാരിപ്പുണർന്നു. എന്നിട്ട് കുട്ടികളോടായി പറഞ്ഞു, പ്രിയമുള്ള മക്കളെ, നമ്മിൽ പലർക്കും മനസ്സിലാകാതെ പോകുന്ന ചിലരുടെ ആകാശങ്ങളുണ്ട്. അവരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് അവ പ്രതിനിധീകരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാതെ പോകുന്ന ഈ ആകാശങ്ങളെ നിസ്സാരമായി കാണരുത്. അവരെ ചേർത്ത് നിർത്തുകയും അംഗീകരിക്കുകയുമാണ് വേണ്ടത്. അവരുടെ വൈകാരിക ലോകത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അളക്കുവാൻ നമുക്ക് പരിചയമുള്ള മാനദണ്ഡങ്ങൾ മതിയാവില്ല. ക്ലാസ് മുറികളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും തീരങ്ങളിലും നമ്മുടെ പരിഗണന ആവശ്യമുള്ള എത്രയോ പേരുണ്ടാകും. അവരെ വേദനിപ്പിക്കാതിരിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള ഔന്നത്യമാണ് നാം കാണിക്കേണ്ടത്. ചിലപ്പോൾ ഒരു സാമീപ്യം, സ്പർശനം, പുഞ്ചിരി, ഒരു വാക്ക്, അത് മതിയാകും അവരുടെ ആകാശങ്ങൾ നിറങ്ങൾ കൊണ്ട് നിറയാൻ. നമ്മുടെ കൈകൾ മറ്റുള്ളവരുടെ മനസ്സുകൾ തൊടുവാൻ പറ്റുന്ന വിധം നീട്ടുവാൻ നമുക്കും സാധിക്കട്ടെ. സഹജീവികളുടെ ലോകം തിരിച്ചറിയുന്നതും അവരെ അംഗീകരിക്കുന്നതും നമ്മുടെ വിജയപഥമൊരുക്കുമെന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552627 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceo.media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.